തലസ്ഥാനത്തെ സംഘർഷത്തിൽ എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ശിവപ്രസാദും ജില്ലാ ഭാരവാഹികളും അടക്കം 11 പേർ പ്രതികളാണ്. ലഹളയുണ്ടാക്കിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസ്. KSU പ്രവർത്തകർക്കെതിരെ എസ്എഫ്ഐക്കാർ കല്ലെറിഞ്ഞു. എസ്എഫ്ഐയുടെ കല്ലേറിൽ മണ്ണന്തല SHOയുടെ കൈക്ക് പൊട്ടലേറ്റു തുടങ്ങിയ കാര്യങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന KSUക്കാർക്കെതിരെയും കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ SFI KSU സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെയാണോ ഇപ്പോൾ എഫ്ഐആറിൽ പ്രധാനമായും പറയുന്നത്? അതോടൊപ്പം തന്നെ SHOയെ കല്ലെറിഞ്ഞത് SFIയുടെ ഭാഗത്തു നിന്നാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കിയ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കും SFI നേതാക്കൾക്കുമെതിരെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പേരെടുത്ത കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. KSU പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷേ അത് കണ്ടാൽ അറിയാവുന്ന KSU പ്രവർത്തകരെ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെയായി പ്രതി ചേർക്കുമെന്നുള്ളതാണ്. പക്ഷേ SFI സംസ്ഥാന പ്രസിഡന്റ്, SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ പേരെടുത്ത് ഈ എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. 5-ാം പ്രതിയാണ് ഇതിൽ SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ്. അതുപോലെ SFI ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. 10 SFI നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ SFI ആണ് സംഘർഷം തുടങ്ങിയത് എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കൂട്ടം കൂടി നിന്ന KSUക്കാർക്ക് നേരെ SFIയുടെ നേതൃത്വത്തിലാണ് ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് കല്ലേറ് നടത്തിയത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് SFI പ്രവർത്തകരായ പ്രതികളുടെ കല്ലേറിലാണ് മണ്ണന്തല SHO അനൂപിന്റെ ഇടത് കൈയുടെ കൈക്കുഴ ഭാഗത്തുള്ള അസ്ഥിക്ക് പൊട്ടലേറ്റത് എന്നുള്ളത് കൂടി പറയുന്നു. അതായത് SFI പ്രവർത്തകരാണ് ഈ സംഘർഷത്തിന് പ്രധാന കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ വഴി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ KSU പ്രവർത്തകരും സംഘർഷത്തിലുണ്ടായിരുന്നു. KSU പ്രവർത്തകർക്കെതിരെയും കേസെടുക്കും. പക്ഷേ കണ്ടാലറിയാവുന്ന KSU പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കായിരിക്കും ഇപ്പോൾ കേസെടുക്കുക എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും SFI സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇന്നലെ ആ സ്ഥലത്തുണ്ടായിരുന്നു. അവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൂടാതെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു, ന്യായവിരുദ്ധമായി സംഘം ചേർന്നു, ഒപ്പം തന്നെ പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. 10 പ്രതികളാണ് കേസിൽ ആകെയുള്ളത്. സ്മൃതി, ശരി, 10 പ്രതികൾ കേസിലുണ്ട്. തലസ്ഥാനത്തെ സംഘർഷങ്ങളിൽ SFI നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. KSUക്കാരുടെ കാര്യത്തിൽ കണ്ടാൽ അറിയുന്നവരെ പ്രതി ചേർക്കുമെന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.